നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ക്രിക്കറ്റ് കളിക്കിടെയുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. ബദിയടുക്കയിലാണ് സംഭവം. മാർപ്പിനടുക്ക ബദ്രുക്കുഡ്ലുവിലെ കൊറഗയുടെ മകൻ സുരേഷ് BK ആണ് മരിച്ചത്. കർണാടകയിലെ രണ്ടിടത്ത് വാഹനാപകടത്തിൽ മരണം. മഞ്ചേശ്വരം ബന്ദിയോട് ദേശീയപാതയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കർണാടക കൊല്ലൂരിൽ ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് 2 മലയാളികൾ മരിച്ചു. UDF മന്ത്രിസഭയിൽ കാസർഗോഡ് ജില്ലയ്ക്ക് പ്രാതിനിധ്യം ലഭിക്കാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു. മഞ്ചേശ്വരം MLA AK മഷ്റഫിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും 2ാം ടേമിൽ പരിഗണിച്ച പട്ടികയിൽ പോലും ഇദ്ദേഹത്തിന്റെ പേരുണ്ടായില്ല. ഇത്തരത്തിൽ ജില്ലയെ അവഗണിച്ചത് വോട്ടർമാരോട് അനീതിയാണെന്ന വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. UDF സർക്കാർ അധികാരമേറ്റ ദിനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പ്രവർത്തകർ. കേരളീയത ഊറ്റിക്കുടിച്ച കവിതകളാണ് P.യുടേതെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ. കാഞ്ഞങ്ങാട് P സ്മാരക സമിതി നൽകുന്ന P സാഹിത്യ പുരസ്കാരം എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ P പ്രേമചന്ദ്രന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു ഐക്യവേദി കാലഘട്ടത്തിന് അനിവാര്യമെന്ന ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി A ശ്രീധരൻ. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രതിനിധി സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന സംസ്ഥാന മാർഷൽ ആർട്ട് ഫെസ്റ്റിന്റെ 4ാം ദിനത്തിൽ ജൂഡോ, ബോക്സിംഗ്, ആം റെസ്ലിംഗ് എന്നീ 3 മത്സരങ്ങൾ നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ക്രിക്കറ്റ് കളിക്കിടെയുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. ബദിയടുക്കയിലാണ് സംഭവം. മാർപ്പിനടുക്ക ബദ്രുക്കുഡ്ലുവിലെ കൊറഗയുടെ മകൻ സുരേഷ് BK ആണ് മരിച്ചത്. സംഭവത്തിൽ കിരൺ, അഖിലേഷ് എന്നിവർക്കെതിരെ ബദിയടുക്ക പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. കുമ്പടാജെ പഞ്ചായത്ത് പരിധിയിലെ മാർപ്പിനടുക്കയിലാണ് യുവാവിനെ പിച്ചാത്തി കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. മാർപ്പിനടുക്ക ബദ്രുക്കുഡ്ലുവിലെ കൊറഗയുടെ മകൻ സുരേഷ് BK ആണ് മരിച്ചത്. സംഭവത്തിൽ കിരൺ, അഖിലേഷ് എന്നിവർക്കെതിരെ ബദിയടുക്ക പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. ഞായറാഴ്ച രാത്രി 9:25ഓടെ മാർപ്പിനടുക്ക ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റിന് സമീപത്തായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം കുമ്പടാജെ ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ സുരേഷും പ്രതികളും തമ്മിൽ വാക്തർക്കമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഈ തർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. സംഭവ സമയത്ത് മാർപ്പിനടുക്ക ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന സുരേഷിനെ 1ാം പ്രതി കിരൺ പിച്ചാത്തി ഉപയോഗിച്ച് കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ചെന്നാണ് കേസ്. ആക്രമണത്തിന് അഖിലേഷ് സഹായം ചെയ്തതായും പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ഉടൻ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. മരിച്ച സുരേഷ് മാർപ്പിനടുക്കയിലെ ബദ്രുക്കുഡ്ലു ഹൗസിൽ താമസക്കാരനാണ്. മകൻ സുഭാഷ് B നൽകിയ പരാതിയിലാണ് ബദിയടുക്ക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത 103-1, 3-5 വകുപ്പുകൾ പ്രകാരമാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ ബദിയടുക്ക ഇൻസ്പെക്ടർ RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പ്രതികൾക്കായുള്ള തിരച്ചിൽ ശക്തമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ബന്ദിയോട് ദേശീയപാതയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കർണാടക പടുബിദ്രി ബങ്കരെ റോഡിലെ അബ്ദുൾ റഹീമിന്റെ മകൻ മുഹമ്മദ് രാഹിലാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയോടെയാണ് മംഗളൂരു കാസർഗോഡ് ദേശീയപാതയിലെ ബന്ദിയോട്ട് വാഹനാപകടമുണ്ടായത്. സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഉപ്പള ഭാഗത്തു നിന്നും ബന്ദിയോട്ടേക്ക് വരികയായിരുന്ന സ്കൂട്ടറിൽ അതേ ദിശയിൽ നിന്നുമെത്തിയ കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടറിലുണ്ടായിരുന്ന 3 പേരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മുഹമ്മദ് റാഹിലിനെ രക്ഷിക്കുവാൻ സാധിച്ചില്ല. അബ്ദുൽ ജസീർ, മുഹമ്മദ് റൈസ് എന്നിവരാണ് സ്കൂട്ടറിലുണ്ടായ മറ്റു 2 പേർ. ഇവർ മംഗളൂരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. നില ഗുരുതരമെന്നാണ് വിവരം. സംഭവത്തിൽ കാർ ഡ്രൈവർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കർണാടക കൊല്ലൂരിൽ ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് 2 മലയാളികൾ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 8 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലാ സ്വദേശികളായ ജ്യോതി, ആര്യ എന്നിവരാണ് മരിച്ചത്.
കൊല്ലൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം കുടജാദ്രിയിലേക്ക് പോയി ജീപ്പിൽ മടങ്ങുന്നതിനിടെ ദേളിയിൽ വെച്ചാണ് അപകടം നടന്നത്. പാലാ മുണ്ടാങ്കൽ പയപ്പാർ പടിഞ്ഞാറേ നെല്ലിത്താനത്ത് ജ്യോതി ബിജു, പയപ്പാർ കീച്ചേരിയിൽ ആര്യ അനൂപ് എന്നിവരാണ് മരിച്ചത്. മരിച്ച ജ്യോതിയുടെ അമ്മ മിനി വേണുഗോപാൽ, ജ്യോതിയുടെ സഹോദരൻ ജ്യോതിസ്, മരിച്ച ആര്യയുടെ ഭർത്താവ് അനൂപ്, മകൻ അയാൻ, മകൾ അവനി, ജീപ്പിലുണ്ടായിരുന്ന അർജുൻ, അബി, ജീപ്പ് ഡ്രൈവർ ദേവരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മത്സ്യം കൊണ്ടുപോകുന്ന ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന ജീപ്പിൽ നേർക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. മാൽപ്പയിൽ നിന്ന് ഷിമോഗയിലേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് ജീപ്പിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവർ ഉടുപ്പി, കുന്താപുര എന്നിവിടങ്ങളിലെ ആശുപത്രികൾ ചികിത്സയിലാണ്. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പാലായിലെ സ്വകാര്യ ടൂർ ഓപ്പറേറ്റിംഗ് ഏജൻസി ഏർപ്പെടുത്തിയ 6 ബസ്സിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സംഘം യാത്ര തിരിച്ചത്. ക്ഷേത്ര ദർശനത്തിനു ശേഷം നാട്ടിലേക്ക് തിരിക്കും മുൻപ് യാത്രാ സംഘത്തിലെ 40ഓളം പേർ ഞായറാഴ്ച രാവിലെ 5 ജീപ്പിലായി കുടജാദ്രി സന്ദർശിക്കാൻ പുറപ്പെട്ടു. സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ സംഘത്തിന്റെ ഏറ്റവും പിന്നിൽ സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ കൊല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. UDF മന്ത്രിസഭയിൽ കാസർഗോഡ് ജില്ലയ്ക്ക് പ്രാതിനിധ്യം ലഭിക്കാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു. മഞ്ചേശ്വരം MLA AKM അഷ്റഫിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും 2ാം ടേമിൽ പരിഗണിച്ച പട്ടികയിൽ പോലും ഇദ്ദേഹത്തിന്റെ പേരുണ്ടായില്ല. ഇത്തരത്തിൽ ജില്ലയെ അവഗണിച്ചത് വോട്ടർമാരോടുള്ള അനീതിയാണെന്ന വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയിൽ കാസർഗോഡ് ജില്ലയ്ക്ക് പ്രാതിനിധ്യം ലഭിക്കാത്തത് വലിയ നിരാശയ്ക്കും പ്രതിഷേധത്തിനുമാണ് ഇടയാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം നടത്തിയിട്ടും ജില്ലയെ അവഗണിച്ചത് വോട്ടർമാരോടുള്ള അനീതിയാണെന്ന വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. മുസ്ലിം ലീഗ് 5 മന്ത്രിമാരെ പ്രഖ്യാപിച്ചപ്പോൾ ലീഗിന് ശക്തമായ സ്വാധീനമുള്ള കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മഞ്ചേശ്വരം MLA AKM അഷ്റഫിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും 2ാം ടേമിൽ പരിഗണിക്കുന്ന പട്ടികയിൽ പോലും ഉൾപ്പെട്ടില്ല. ജില്ലയിൽ നിന്നുള്ള 3 UDF MLAമാരും പുതുമുഖങ്ങളായതിനാൽ അവരെയും പരിഗണിച്ചില്ല. AKM അഷ്റഫിനെ പോലെയുള്ള നേതാക്കളെ മന്ത്രിയാക്കണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമായിരുന്നു. സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ കാസർഗോഡ് ജില്ല നേരിടുന്ന വികസന മുരടിപ്പിന് അറുതി വരുത്തുവാൻ ഭരണതലത്തിൽ ജില്ലയിൽ നിന്നൊരു മന്ത്രി അനിവാര്യമാണെന്ന അഭിപ്രായമായിരുന്നു ജനങ്ങളിൽ നിന്നും ഉയർന്നത്. 2021 745 വോട്ടുകൾക്കാണ് AKM അഷ്റഫ് അന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്ന K സുരേന്ദ്രനെ തോൽപ്പിച്ച് മത്സരരംഗത്ത് സാന്നിധ്യം അറിയിച്ചത്. ഇത്തവണ 29,252 വോട്ടുകൾ നേടി അതേ സുരേന്ദ്രനെ ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കിയായിരുന്നു AKMന്റെ വിജയം. മികച്ച പ്രകടനവും ജനകീയ വിഷയങ്ങൾ കണ്ടെത്തി ഇടപെടൽ നടത്തുന്നതും അഷ്റഫിനെ ജനകീയ നേതാവാക്കി മാറ്റിയിരുന്നു. ഇത്തവണ ജയിച്ചാൽ മന്ത്രിസ്ഥാനമെന്നായിരുന്നു വ്യാപകമായി പ്രചരിച്ച സൂചനകൾ. കാസർഗോഡ് ജില്ലയ്ക്ക് ഇത്തവണ ഒരു മന്ത്രി ഉണ്ടാവുമെന്ന് ഏറെ പ്രതീക്ഷിച്ചവരാണ് കാസർഗോഡ് ജില്ലക്കാർ, പ്രത്യേകിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർ. കാരണം നേരിട്ടൊരു മന്ത്രി ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മന്ത്രിസഭയിൽ അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോഴും കാസർഗോഡ് ജില്ലയെ പിന്തള്ളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങൾക്ക് പിന്നെ പ്രതീക്ഷയുള്ളത് VD സതീശനാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരെയും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെയും കുറിച്ച് വളരെ വിശദമായ അറിവ് നേടിയ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കാസർഗോഡെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ തക്ക വിധത്തിലുള്ള ഇടപെടലുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയായിരുന്നു. ജില്ലയ്ക്ക് ഒരു മന്ത്രി വേണമെന്നാവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും വിവിധ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. UDF മന്ത്രിസഭയിൽ അവസാനമായി കാസർഗോഡ് നിന്നും ഒരു മന്ത്രിയുണ്ടായി 2 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. 2001 മുതൽ 2004 വരെ AK ആന്റണി മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായ ചെർക്കളം അബ്ദുള്ളയാണ് അവസാനമായി UDF മന്ത്രിസഭയിലെത്തിയ കാസർഗോട്ടുകാരൻ. അതിനു മുൻപ് 1991 മുതൽ 95 വരെയുള്ള മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പും 1995-96 വരെ PWD വകുപ്പും കൈകാര്യം ചെയ്ത CT അഹമ്മദ് അലിയാണ് ഇദ്ദേഹത്തിൻ്റെ മുൻഗാമി.
2016-2021 LDF മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരനാണ് അവസാനമായി കാസർഗോഡ് ജില്ലയ്ക്ക് ലഭിച്ച മന്ത്രി. കാഞ്ഞങ്ങാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ CPI നേതാവായ ഇ ചന്ദ്രശേഖരൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. ആരോഗ്യ, വിദ്യാഭ്യാസ, ടൂറിസം മേഖലകളിലുൾപ്പെടെ കാസർഗോഡ് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ ജില്ലയിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായതോടെ കാസർഗോഡ് ജില്ലയിലുള്ളവർ കടുത്ത നിരാശയിലാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF സർക്കാർ അധികാരമേറ്റ ദിനത്തിൽ ഹദ്ദാദ് നഗറിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മധുരപലഹാര വിതരണവും പായസ വിതരണവും നടത്തിയാണ് ആഹ്ലാദം പങ്കുവച്ചത്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ആഹ്ലാദം പങ്കുവച്ചുകൊണ്ടാണ് ഹോസ്റ്റർ ബീച്ച് ഹദ്ദാദ് നഗർ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മധുര പലഹാര വിതരണവും പായസ വിതരണവും നടത്തിയത്. 1 ലക്ഷം ലഡു വിതരണമാണ് നടത്തിയത്. നിരവധി പ്രവർത്തകർ ആഹ്ലാദത്തിൽ പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പായസം വിളമ്പിയും പടക്കം പൊട്ടിച്ചും VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി UDF പ്രവർത്തകർ. ഗ്രാമനഗര വ്യത്യാസമില്ലാതെയാണ് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുന്നതിന്റെ ആഹ്ലാദം പങ്കിട്ടത്. സംസ്ഥാനത്ത് UDFന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ ആഹ്ലാദം വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് നടന്നത്. പ്രഥമൻ പാൽപായസം ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പായസ വിതരണവും ലഡു വിതരണവുമാണ് നടത്തിയത്. മുദ്രാവാക്യം വിളികളോടെയും ആഹ്ലാദ പ്രകടനത്തോടെയുമാണ് പലയിടങ്ങളിലും സത്യപ്രതിജ്ഞ ആഘോഷമാക്കിയത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തരി പാൽപായസവും ലഡുവും വിതരണം ചെയ്തു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് UDF പഞ്ചായത്ത് ചെയർമാൻ TP അഹമ്മദ് ഹാജി പായസ വിതരണം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, മണ്ഡലം പ്രസിഡന്റ് VM ശ്രീധരൻ, UDF പഞ്ചായത്ത് കൺവീനർ M രജീഷ് ബാബു തുടങ്ങി നിരവധി നേതാക്കൾ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് 11ാം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്കയം മഹിളാ സമാജം പരിസരത്ത് പ്രഥമൻ വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TS നജീബ്, KU രാംദാസ്, M സുനിത, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VM ശ്രീധരൻ, നൂറുദ്ദീൻ കക്കുന്നം, C നാസർ, TK അജിത് എന്നിവർ നേതൃത്വം നൽകി. നടക്കാവ് പ്രിയദർശിനി മന്ദിര പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി. പലയിടങ്ങളിലും പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തുമാണ് UDF പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. ഗ്ലാസ്,
plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തതോടെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും ഭരണത്തിൽ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കാൻ വി ഡി സതീശന് സാധ്യമാവുമെന്ന് KPCC സെക്രട്ടറി M. അസനാർ പറഞ്ഞു. കരുവാച്ചേരി ബാലകൃഷ്ണൻ നായർ സാംസ്കാരിക വേദി UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തതോടെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും ഭരണത്തിൽ പൂർണ്ണമായും പ്രതിഫലിക്കാൻ വി ഡി സതീശന് സാധ്യമാവുമെന്ന് KPCC സെക്രട്ടറി M. അസനാർ പറഞ്ഞു. കരുവാച്ചേരി ബാലകൃഷ്ണൻ നായർ സാംസ്കാരിക വേദി UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വി ഡി സതീശൻ എന്ന് പറയുന്നത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനാണ്. എങ്ങനെയാണ് സാമ്പത്തികങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നും അത് എങ്ങനെയാണ് വികസന പ്രവർത്തനം നടത്തേണ്ടതെന്ന കാഴ്ചപ്പാടിന് അനുയോജ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരമുള്ള വികസന പ്രവർത്തനം ഈ കേരളത്തിന് സംഭവിക്കും എന്നതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അദ്ദേഹം ഈ ധനകാര്യ വകുപ്പ് കൂടി ഏറ്റെടുക്കുക വഴി നിർവഹിച്ചിരിക്കുന്നത്. അത് വലിയ പ്രതീക്ഷയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും പ്രതീക്ഷകളും അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കേരളത്തിലെയും ജനങ്ങൾക്ക് മുഴുവൻ നൽകിയിരിക്കുന്ന സന്ദർഭത്തിൽ ആ മഹത്തായ സന്തോഷത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ഇവിടെ നടത്തുന്ന ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മാന്തോപ്പ് മൈതാനിയിൽ സ്ഥാപിച്ച LED സ്ക്രീനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ നിരവധി പേർ തടിച്ചുകൂടി. മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തതോടെ പടക്കം പൊട്ടിച്ചും പായസ വിതരണവുമായി പ്രവർത്തകർ സജീവമായി. ആഘോഷ പരിപാടിയിൽ പ്രവീൺ തോയ്മൽ അധ്യക്ഷത വഹിച്ചു. NK രത്നാകരൻ, T. കുഞ്ഞികൃഷ്ണൻ, KP ബാലകൃഷ്ണൻ, KP മോഹനൻ, പ്രമോദ് K. റാം, ഷിബിൻ ഉപ്പിലിക്കൈ, രാജു പടന്നക്കാട്, ഹംസ പുതിയകോട്ട, അബ്ദു ഗഫൂർ, അരവിന്ദാക്ഷൻ കാരാട്ടുവയൽ, ലിസി ജേക്കബ്, വിജയലക്ഷ്മി ആവിക്കര, NK സീമ, 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, സതീശൻ പറക്കാട്ടിൽ, OV രതീഷ്, രവീന്ദ്രൻ ചെമ്മട്ടം വയൽ, VV സുഹാസ്, K. വിക്രമൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ കടപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർ വി ഡി സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷിച്ചു. ചടങ്ങിൽ പായസം, ലഡു എന്നിവ വിതരണം ചെയ്തു. അജാനൂർ കടപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർ വി ഡി സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കി. ചടങ്ങിൽ പായസം, ലഡു വിതരണം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിന് ശേഷമാണ് വീണ്ടും അധികാരത്തിൽ വന്നത്. നല്ല ഭൂരിപക്ഷത്തിന് ഏകദേശം 102ഓളം സീറ്റുകൾ വാരിക്കൂട്ടിക്കൊണ്ടാണ് ഇത്രയും ഒരു നല്ല വിജയമാക്കി തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അജാനൂർ കടപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ കാല ഗവൺമെൻറ് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ ചന്ദ്രശേഖരൻ MLA 3 പ്രാവശ്യം കൂടെ MLA ആയിട്ടും ഇവിടെ ഒരു ഹാർബർ വന്നിട്ട് ഹാർബർ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കടൽക്ഷോഭം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ കടൽ ഭിത്തി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് മുറവിളി കൂട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഏറ്റെടുത്തും കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റാത്ത ഒരു MLA ആണ് കഴിഞ്ഞ കാല MLA ആയിട്ടുള്ള ചന്ദ്രശേഖരൻ. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഫിഷ് സ്റ്റാൻഡ് റോഡ് തകർന്നപ്പോൾ ആ റോഡ് നോക്കിപ്പോയതല്ലാതെ അതിന് വേണ്ടുന്നൊരു ഫണ്ട് നീക്കി വെക്കാൻ പോലും കഴിയാത്ത ഒരു MLA ആയിരുന്നു കഴിഞ്ഞ ചന്ദ്രശേഖരൻ MLA. ചടങ്ങിൽ വാർഡ് പ്രസിഡന്റ് AP സുരേഷ് സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ H. സുമിത അധ്യക്ഷത വഹിച്ചു. AP രവീന്ദ്രൻ, K. രാജൻ എന്നിവർ സംസാരിച്ചു. K. വേണു നന്ദി അർപ്പിച്ച് സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളീയത ഊറ്റിക്കുടിച്ച കവിതകളാണ് പിയുടേതെന്ന് കവി കുരിപ്പുഴ ശ്രീകുമാർ. കാഞ്ഞങ്ങാട് പി സ്മാരക സമിതി നൽകുന്ന പി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ പി പ്രേമചന്ദ്രന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളീയത ഊറ്റിക്കുടിച്ച കവിതകളാണ് പി കുഞ്ഞിരാമൻ നായരുടേതെന്നും ആ കവിതകളിലെല്ലാം മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സമന്വയത്തെ കാണാമെന്നും കവി കുരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. കാഞ്ഞങ്ങാട് പി സ്മാരക സമിതി നൽകുന്ന പി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ പി പ്രേമചന്ദ്രന് സമ്മാനിക്കുകയായിരുന്നു കുരിപ്പുഴ. അധ്യാപകന്റെ ഒരു ജീവിതം എന്തായിരിക്കണം? അധ്യാപകൻ എന്നുള്ള ഒരു മനുഷ്യൻ അയാൾ സ്കൂളിൽ മാത്രം ഒതുങ്ങേണ്ടുന്ന ഒരാളാണോ? ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങേണ്ടുന്ന ഒരാളാണോ? എനിക്ക് ഒരുപാട് ചിന്തകളുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, സ്കൂളിൽ പോകുക, കുട്ടികളോട് തിരിച്ചു വരിക, അത് മാത്രമാണോ ഒരു അധ്യാപകൻ്റെ കാരണം? AKG സ്കൂൾ മാഷായിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്കൂളിൽ വിട്ടതിന് ശേഷം കുട്ടികൾ വീട്ടിൽ പോകും. വീട്ടിൽ പോയി കുട്ടികളുമായിട്ട് കുട്ടികളുടെ രക്ഷകർത്താക്കളൊക്കെ സംസാരിച്ച് അവരുമായിട്ടൊരു സ്നേഹമുണ്ട്, ഹൃദയബന്ധമുണ്ട്. ഈ കുട്ടികളെ വേറെ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു AKG സ്കൂൾ മാഷായിരുന്ന സമയത്ത്. ഒരുപക്ഷെ അപ്പോഴായിരിക്കും അദ്ദേഹത്തിന് മനസ്സിലായത് സ്കൂൾ മാഷ് കൊണ്ട് മാത്രമേ ഈ നാട് നന്നാവുന്നില്ല, അതുകൊണ്ട് അത് കളഞ്ഞിട്ട് രാജ്യം മുഴുവൻ നന്നാക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലേക്ക് AKG പോകാനുള്ള കാരണം ഈ അടുപ്പമായിരിക്കും. ക്ലാസ് മുറിക്ക് അപ്പുറത്തുള്ള രക്ഷകർത്താക്കളും ആ പരിസരവും വീട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ഒരു അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ അടുപ്പമായിരിക്കും. പ്രേമചന്ദ്രന്റെ ചിരിച്ചു മരിച്ച ക്ലാസ് മുറികൾ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 20,000 രൂപയും ഫലകവുമാണ് പുരസ്കാരം. ഓടക്കുഴൽ അവാർഡ് നേടിയ EP രാജഗോപാലിനെ കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് ആദരിച്ചു. ഓരോ കഥയുടെയും ആത്മാവിൽ മറ്റൊരു കഥയുണ്ടെന്നും അത് ഗന്നം ചെയ്തെടുത്താണ് ഓടക്കുഴൽ അവാർഡിന് അർഹമായ തന്റെ ഉൾക്കഥ എന്നും രാജഗോപാലൻ പറഞ്ഞു. കാലത്തിന്റെയും ലോകത്തിന്റെയും പ്രകൃതിയുടെയും ജീവിതത്തിന്റെയും സമഗ്രതയാണ് പിയുടെ കവിതകളെന്നും രാജഗോപാലൻ കൂട്ടിച്ചേർത്തു. കവി ബാലഗോപാലൻ കാഞ്ഞങ്ങാടിന്റെ സപ്തലജ്യോതിയിലെ സിംഹസൂര്യൻ, സ്ഫുലിംഗങ്ങളുടെ നൃത്തശാല എന്നീ പുസ്തകങ്ങൾ കുരിപ്പുഴ പ്രകാശനം ചെയ്തു. കവയിത്രി CP ശുഭ അധ്യക്ഷയായി. ഡോക്ടർ KV സജീവൻ, പപ്പൻ കുട്ടമത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹിന്ദു ഐക്യവേദി കാലഘട്ടത്തിന്റെ അനിവാര്യമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി A ശ്രീധരൻ. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രതിനിധി സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു ഐക്യവേദി കാലഘട്ടത്തിന്റെ അനിവാര്യമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി A ശ്രീധരൻ പറഞ്ഞു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രതിനിധി സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു ഐക്യവേദി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ആദ്യ കാലഘട്ടത്തില് കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനത്തില് 1ാം സ്ഥാനത്തായിരുന്നു കാസർഗോഡ് ജില്ല. ഒട്ടനവധി സമര മുഖത്ത് ഇറങ്ങുകയും അത്തരം സമരങ്ങൾ പലതും വിജയിപ്പിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. 23 വർഷങ്ങൾ കഴിയുമ്പോൾ നാം 23 വർഷങ്ങൾക്ക് പിന്നിലേക്കാണ് സഞ്ചരിക്കേണ്ടത്. ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് ബീജാഭാവം ചെയ്യാനുള്ള കാരണം എന്താണ്? ആ സാഹചര്യം എന്താണ്? ആ സാഹചര്യത്തെക്കാൾ മോശമായ ഒരു സാഹചര്യത്തിലാണ് 23 വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ സമാജം ജീവിക്കുന്നത് എന്ന ഒരവസ്ഥ. ഹിന്ദു ഐക്യത്തെ ഏറ്റെടുത്ത ഒട്ടനവധി സമരങ്ങൾ വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ സനാതന ധർമ്മത്തെ വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുകാലിലുള്ള മന്ത് വലതുകാലിലേക്ക് മാറി എന്നതല്ലാതെ മറ്റൊരു മാറ്റവും സംഭവിച്ചില്ല എന്നും ആടിന്റെ തലവെട്ടി പ്രകടനം നടത്തിയവർ ഉദ്ദേശിക്കുന്നതും സനാതന ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനാണെന്നും ഒളിഞ്ഞും തെളിഞ്ഞും ഹിന്ദുവിന് എതിരെ തിരിയുന്നവർ ഹിന്ദു സംഘടിതരാണെന്ന് ചിന്തിച്ചാൽ നന്ന് എന്നും പഴയ ഹിന്ദുവല്ല ഇന്നത്തെ ഹിന്ദുവെന്ന തീവ്രവാദ സ്വഭാവമുള്ളവർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ മുളിയാർ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് SP ഷാജി അധ്യക്ഷതയും വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ്, സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ ധർമ്മടം, ജില്ലാ രക്ഷാധികാരി ഗോവിന്ദൻ മാസ്റ്റർ കൊട്ടോടി, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട്, ഓമന മുരളി, വാസന്തി കൃഷ്ണൻ, സുധാകരൻ കൊള്ളിക്കാട് എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട്ടെ പ്രമുഖ വ്യാപാരി ഗുരുദത്ത് പൈ നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത്. രാമകൃഷ്ണൻ വാഴ്ന്നൂറടി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി SP ഷാജിയെ ജില്ലാ പ്രസിഡന്റായും, രാജൻ മുളിയാർ, ഓമന മുരളി എന്നിവരെ ജനറൽ സെക്രട്ടറിമാരായും, കുഞ്ഞമ്പു മാസ്റ്റർ കൊട്ടോടിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന സംസ്ഥാന മാർഷ്യൽ ആർട്ട് ഫെസ്റ്റിന്റെ 4ാം ദിനത്തിൽ ജൂഡോ, ബോക്സിംഗ്, ആം റെസ്ലിംഗ് എന്നീ 3 മത്സരങ്ങൾ നടന്നു. സിനിമാ താരവും കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയുമായ CB തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന സംസ്ഥാന മാർഷ്യൽ ആർട്ട് ഫെസ്റ്റിവലിന്റെ 4ാം ദിവസത്തിൽ ജൂഡോ, ബോക്സിംഗ്, ആം റെസ്ലിംഗ് എന്നീ 3 മത്സരങ്ങൾ നടന്നു. മത്സരങ്ങൾ സിനിമാ താരവും കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയുമായ CB തോമസ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ടുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിൽക്കുന്ന കായിക താരങ്ങളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ എല്ലാം മുഖത്ത് ഒരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ ഒരു പ്രസരിപ്പും ഒരു ഉന്മേഷവും നിങ്ങളിൽ കാണാനുണ്ട്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു സംഭവമാണത്, പ്രതീക്ഷ അല്ലെങ്കിൽ ലക്ഷ്യം. കാരണം പലപ്പോഴും നമ്മുടെ സമയം കൊല്ലുന്നത് മൊബൈലും ഇൻ്റർനെറ്റും ഓൺലൈൻ മീഡിയാസൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി സമയം കളയേണ്ടതിന് പകരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്പോർട്സ് ഐറ്റം പ്രാക്ടീസ് ചെയ്ത് അതിൽ ഏറ്റവും അഗ്രഗണ്യനായി മാറാൻ നമ്മുടെ പ്രതീക്ഷയൊക്കെ പോലെ ഇൻ്റർനാഷണൽ ആം റെസ്ലിങ്ങിലൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് പുരസ്കാരങ്ങൾ വാങ്ങിച്ച പ്രതീക്ഷയെ പോലെയുള്ള ആളെ മോഡലാക്കി നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു നല്ലൊരു മനുഷ്യനായി മാറാനും നല്ലൊരു രാജ്യത്തിനും സംസ്ഥാനത്തിനും നമ്മുടെ നാടിനെല്ലാം ഉതകുന്ന രീതിയിലൊരു പൗരനായി മാറാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ളൊരു ആഗ്രഹവും ലക്ഷ്യവും ഉണ്ടാവണം. കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മധുസൂദനൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MV പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ MK രാജശേഖരൻ സ്വാഗതവും M കുഞ്ഞബ്ദുള്ള നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി M അച്യുതൻ മാസ്റ്റർ, പള്ളം നാരായണൻ, T പവിത്രൻ, ലത്തീഫ് പെരിയ തുടങ്ങിയവർ സംബന്ധിച്ചു. മത്സരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജൂഡോ കുട്ടികൾ അവതരിപ്പിച്ച ജൂഡോ പ്രദർശനം മികച്ച നിലവാരം പുലർത്തി. 19 ചൊവ്വാഴ്ച മത്സരങ്ങൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഴയെത്തും മുൻപേ നാടും നഗരവും ശുചീകരിക്കുന്നതിനായി ജനകീയ ശുചീകരണ യജ്ഞവുമായി കാഞ്ഞങ്ങാട് നഗരസഭ. ജനപ്രതിനിധികളുടെയും സന്നദ്ധ സംഘടനകളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കൂട്ടായ്മയിൽ പൊതു ഇടങ്ങളും വീടും പരിസരങ്ങളുമാണ് ശുചീകരിക്കുന്നത്. മഴയെത്തും മുൻപേ നാടും നഗരവും ശുചീകരിക്കുന്നതിനായി ജനകീയ ശുചീകരണ യജ്ഞവുമായി കാഞ്ഞങ്ങാട് നഗരസഭ. ജനപ്രതിനിധികളുടെയും സന്നദ്ധ സംഘടനകളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കൂട്ടായ്മയിൽ പൊതു ഇടങ്ങളും വീടും പരിസരവുമാണ് ശുചീകരിക്കുന്നത്. മഴക്കാലത്തുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും തടയുന്നതിനും കൊതുക് ഉൾപ്പെടെയുള്ള രോഗവാഹികളുടെ ഉൽപാദനം ഇല്ലാതാക്കുന്നതിനുമാണ് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നത്. അതിയാമ്പൂരിൽ നടന്ന ശുചീകരണ പ്രവൃത്തിയിൽ ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേന, ക്ലബ് പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. മേലാങ്കോട്ട്, അതിയാമ്പൂർ, കാലിക്കടവ്, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് എന്നിവിടങ്ങളിൽ ശുചീകരണം നടത്തി. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ചക്കാലം ആചരിക്കുകയും മഴയെത്തും മുമ്പേ മഴക്കാലത്ത് വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ പൊതു ഇടങ്ങളും വീടും പരിസരവുമെല്ലാം വളരെ നല്ല നിലയിൽ വൃത്തിയാക്കി ഒരു ശുചിത്വ നഗരമാക്കി കാഞ്ഞങ്ങാട് നഗരസഭയെ മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. മികച്ച വാർഡിന് ആകർഷകമായ സമ്മാനങ്ങൾ, മികച്ച വീടിന് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ആകർഷകമായ സമ്മാനങ്ങൾ എല്ലാ വാർഡിനകത്തും നൽകണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭക്കകത്തെ എല്ലാ സന്നദ്ധ സംഘടനകളെയും
അതുപോലെ തന്നെ കുടുംബശ്രീയും ക്ലബ്ബുകളും ഒക്കെ ചേർന്നുകൊണ്ട് മാസ് ക്ലീനിങ് ആണ് എല്ലാ വാർഡിനകത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അതിയാമ്പൂർ 7-ാം വാർഡ് ഇന്ന് നമ്മൾ നിശ്ചയിച്ചത്. വാർഡ് കൗൺസിലർ AK ആൽബർട്ട് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടറി P അപ്പുകുട്ടൻ, നഗരസഭാ CDS ചെയർപേഴ്സൺ M പുഷ്പലത, പൊതുപ്രവർത്തകരായ AK രസീഖ്, KV പ്രജീഷ്, P അർജുൻരാജ്, K സവിതാകുമാരി, PV ഷാലു, K അനിൽകുമാർ, K ഇന്ദിര, A പ്രീജ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. തൊട്ടി കിഴക്കേക്കര പള്ളിപ്പുഴയിൽ യാദവ സഭ പൂച്ചക്കാട് പ്രാദേശിക സമിതി പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. അഖില കേരള യാദവ സഭ സംസ്ഥാന പ്രസിഡന്റ് ശിവരാമൻ മേസ്ത്രി ഉദ്ഘാടനം ചെയ്തു. തൊട്ടി കിഴക്കേ പള്ളിപ്പുഴയിൽ യാദവ സഭ പൂച്ചക്കാട് പ്രാദേശിക സമിതി പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഖില കേരള യാദവ സഭ സംസ്ഥാന പ്രസിഡന്റ് ശിവരാമൻ മേസ്ത്രി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള യാദവ സഭ പള്ളിക്കര പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പള്ളിപ്പുഴ പൂച്ചക്കാട് പ്രാദേശിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നല്ലൊരു മനോഹരമായ ഓഫീസ് നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം 40 വർഷമായി യാദവ സഭ നിലവിൽ വന്നെങ്കിലും വലിയൊരു പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടെങ്കിലും സാധാരണ നല്ല രീതിയിൽ പോകുന്നത്. കാരണം എൻ്റെ നേതൃത്വത്തിൽ വന്ന കമ്മിറ്റി വന്നതിന് ശേഷം ഒരു 6-7 ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഒരു 2-3 നിലവിൽ പണി പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ഒന്ന് കണ്ണോട്ടും, ഒന്ന് രാവണീശ്വരം, ഒന്ന് ഗിരിയാണ്. ഈ 3 പണി പൂർത്തീകരിക്കാൻ ചെറിയൊരു പണിയെ ബാക്കി ഏകദേശം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. പവിത്രൻ K അധ്യക്ഷത വഹിച്ചു. KM ദാമോദരൻ, ബാബു മാണിയൂർ, കമലാക്ഷൻ, A ഗംഗാധരൻ, MP ജയശ്രീ, സൗമിനി ടീച്ചർ, രാഘവൻ നവമി, രാമകൃഷ്ണൻ കുഞ്ഞാച്ചംവളപ്പ്, നാരായണൻ തായത്തുവീട്, MP രാധാകൃഷ്ണൻ, ജനനി കുമാർ, അമല, ശ്രീജ ചിറക്കാൽ എന്നിവർ സംസാരിച്ചു. M രാജേഷ് സ്വാഗതം പറഞ്ഞു. പൂപ്പാണംകുഴി ക്ഷേത്ര വനിതാ കമ്മിറ്റി അവതരിപ്പിക്കുന്ന പൂരക്കളി ചടങ്ങിൽ മുൻകാലങ്ങളിൽ യാദവ സഭയ്ക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യുവതലമുറയുടെ ക്രിയാത്മകതയെ നശിപ്പിക്കുന്ന ലഹരി പോലുള്ള മാരക വിപത്തുകൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ. കൈതക്കാട് തർബിയ ഖുർആൻ അക്കാദമി സംഘടിപ്പിച്ച ഏകദിന സമ്മർ ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവതലമുറയുടെ ക്രിയാത്മകതയെ നശിപ്പിക്കുന്ന ലഹരി പോലുള്ള മാരക വിപത്തുകൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ പറഞ്ഞു. ലഹരി വിമുക്ത സുന്ദര കേരളം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്.
ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ തീർച്ചയായിട്ടും എനിക്ക് തൃക്കരിപ്പൂരിൽ വന്ന സമയത്ത് തന്നെ മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യം, എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ലഹരിയുടെ കാര്യത്തിൽ, വ്യാപനത്തിന്റെ കാര്യത്തിൽ ഇതര സ്ഥലങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ കുറവ് ലഹരി വ്യാപനമുള്ള സ്ഥലം തൃക്കരിപ്പൂരായി. രണ്ട് കാരണം. ഒന്നാമത്തെ കാരണം, നിങ്ങൾ ഇന്ന് ഇവിടെ ചെയ്തതുപോലെയുള്ള ഭൗതിക പഠനത്തിനൊപ്പമുള്ള ആത്മീയ പഠനം, ആ ആത്മീയ പഠനം നിങ്ങൾക്ക് തരുന്ന ഉൾക്കരുത്ത് തന്നെയാണ് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആയുധം. കൈതക്കാട് തർബിയ ഖുറാൻ അക്കാദമി സംഘടിപ്പിച്ച ഏകദിന സമ്മർ ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ തൃക്കരിപ്പൂർ മോഡൽ കേരളത്തിനാകമാനം മാതൃകയാണെന്നും തൃക്കരിപ്പൂരിന്റെ ആത്മീയ ബൗദ്ധിക വിദ്യാഭ്യാസ രീതിക്കൊപ്പം ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക പാരമ്പര്യവുമാണ് അതിന്റെ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം തൃക്കരിപ്പൂരിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. MC ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ജാബിർ ഹുദവി തൃക്കരിപ്പൂർ ആമുഖ ഭാഷണം നടത്തി. അക്കാദമിയുടെ MLAക്കുള്ള സ്നേഹോപഹാരം വർക്കിംഗ് ചെയർമാൻ UA റൈസ് സമ്മാനിച്ചു. കൈതക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ AUP സ്കൂൾ പ്രധാനാധ്യാപകനായി നിയമിതനായ റഫീഖ് കൈതക്കാടിനെ ചടങ്ങിൽ അനുമോദിച്ചു. ബാലമജീഷ്യൻ മാസ്റ്റർ ഹൃദയദേവ് ലഹരി വിരുദ്ധ മാജിക് ഷോ അവതരിപ്പിച്ചു. അതൊന്നും എല്ലാവരും ഒന്ന് കാണിച്ചു. സ്പേസ് ഇന്ത്യ അംബാസിഡറും യങ്ങർ ക്രിയേറ്ററുമായ ആസ്ട്രോ സയീം അതിഥിയായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TCA റഹ്മാൻ, DCC സെക്രട്ടറി KP പ്രകാശൻ, പൊറായിക് മുഹമ്മദ് ഹാജി, TC കുഞ്ഞബ്ദുള്ള ഹാജി, SA ഷിഹാബ്, അബ്ബാസ് വാഖ്ഫി, TK ഫൈസൽ, AV അബ്ദുറഹ്മാൻ ഹാജി, TK സലാം ഹാജി, C അഷ്റഫ് ഹാജി, M മജീദ് മാസ്റ്റർ, PC മുസ്തഫ ഹാജി, VK ഇബ്രാഹിം ഹാജി, STP ജമാൽ ഹാജി, AV ഇബ്രാഹിം ഹാജി, AV ഹൈദർ, TK സത്താർ ഹാജി, UA മുഹമ്മദ് അലി ഹാജി, C ബദ്രുദ്ദീൻ, TM അബ്ദുള്ള, CK നസീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കനിവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി വാർഷിക ജനറൽ ബോർഡ് യോഗം നടന്നു. മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന പരിചരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലാ കനിവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി വാർഷിക ജനറൽ ബോർഡ് യോഗം ചേർന്നു. മേലാങ്കോട്ട ലയൺസ് ഹാളിൽ നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ആയുർവേദത്തിന്റെ കാര്യത്തിലെല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിന് ഏതെങ്കിലും ശാസ്ത്രത്തിന് പരിചയിക്കാൻ കഴിയാതെ വൈദ്യശാസ്ത്രം ഉൾപ്പെടെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള നിരാശരായിട്ടുള്ള നിരവധി മനുഷ്യരും മരുന്നുകൊണ്ട് ചിലപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തത് സ്വാന്തന പരിചരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ വൈദ്യന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ സ്നേഹപൂർവമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട്, അവരുടെ സ്പർശനം കൊണ്ട്, അവരുടെ ബുദ്ധിയും കൊണ്ട്, അവരുടെ പെരുമാറ്റം കൊണ്ട് തീർച്ചയായും ആ രോഗികളായിട്ടുള്ള പരിചരണം ആവശ്യമുള്ളവരുടെ മനസ്സിനകത്തേക്ക് യഥാർത്ഥത്തിൽ ഒരു മരുന്നിന് ലഭിക്കാത്തതിനേക്കാൾ കൂടുതലുള്ള സ്നേഹപൂർവമായിട്ടുള്ള സ്വാന്തനമാണ് പകർന്നു കൊടുക്കപ്പെടുന്നത്. കനിവ് ജില്ലാ ചെയർമാൻ KV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലയിലെ മികച്ച പാലിയേറ്റീവ് പ്രവർത്തനത്തിനുള്ള പുരസ്കാരം കാഞ്ഞങ്ങാട് സോണൽ കമ്മിറ്റിയും വ്യക്തിഗത പുരസ്കാരം CK കൃഷ്ണൻ ബേടകം, ശാന്തകുമാരി സിസ്റ്റർ കാഞ്ഞങ്ങാട്, K കമലാക്ഷൻ, കാസർഗോഡ് കനിവ് ഏർപ്പെടുത്തിയ പുരസ്കാരം ഏറ്റുവാങ്ങി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ വൈസ് ചെയർമാൻ P ദാമോദരൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. ജില്ലാ സെക്രട്ടറി PP സുകുമാരൻ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ AM അബ്ദുൽ ഖാദർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ബോബി സെബാസ്റ്റ്യൻ പാലിയേറ്റീവ് പരിചരണ ക്ലാസ് കൈകാര്യം ചെയ്തു.
PC സുബൈദ, K ബാലകൃഷ്ണൻ, M ലതിക എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PP സുകുമാരൻ സ്വാഗതവും ഏരിയ സെക്രട്ടറി N പ്രിയേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഡയമണ്ട് ഷോയ്ക്ക് തുടക്കമായി. മെയ് 16 മുതൽ 22 വരെയാണ് ഡയമണ്ട് ഷോ നടക്കുന്നത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഡയമണ്ട് ഷോയ്ക്ക് തുടക്കമായി. മെയ് 16 മുതൽ 22 വരെ നടക്കുന്ന ഡയമണ്ട് എക്സിബിഷന്റെ ഉദ്ഘാടനം ഷോറൂം ഹെഡ് ഷാജി കുറുപ്പിന്റെ അധ്യക്ഷതയിൽ സിനി ആർട്ടിസ്റ്റ് വിസ്മയ ശശികുമാർ നിർവഹിച്ചു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജ്വല്ലറി. ആദ്യം തന്നെ എല്ലാവരുടെ താങ്ക് യു ആണ് പറയാനുള്ളത്. ബിക്കോസ് ഞാൻ 3rd ടൈമാണ് ഇന്നിവിടെ വരുന്നത്. ആൻഡ് all the very best to the entire Malabar Gold and Diamonds team and thank you. ചടങ്ങിൽ മലബാർ ഗോൾഡിന്റെ പുതിയ കളക്ഷനായ തൻവികയുടെ ലോഞ്ച് കലാമണ്ഡലം സൗമ്യ ബി കൃഷ്ണ നിർവഹിച്ചു. ഷോറൂം അസിസ്റ്റന്റ് ഹെഡ് മുഹമ്മദ് അസീബ് ചടങ്ങിൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. 7 ദിവസങ്ങളിലായി നടക്കുന്ന എക്സിബിഷനിൽ അതിമനോഹരമായ ഡയമണ്ട് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകളാണ് മലബാർ ഗോൾഡിന്റെ കാഞ്ഞങ്ങാട് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഡയമണ്ട് സെയിലിന്റെ ആദ്യ വിൽപ്പന മൻസൂർ ഹോസ്പിറ്റൽ MD ഗാലിദ് അബ്ദുൽ ഹമീദിനും കുടുംബത്തിനും നൽകി നിർവഹിച്ചു. നമ്മളെ ഒരു കാലത്തിന് ശേഷം വീണ്ടും ഡയമണ്ട് ഫെസ്റ്റിവലുമായിട്ട് നമ്മൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഡയമണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഗോൾഡിൽ നിന്നും നമ്മളെ കസ്റ്റമേഴ്സ് ഡയമണ്ടിലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും ഡയമണ്ട് വാങ്ങുന്നവർക്ക് ഉറപ്പ് തരാം, നഷ്ടമാവില്ല. ഗോൾഡിന് പ്രൈസ് ഹൈക്ക് അതുപോലെ ഫ്ലക്ച്വേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡയമണ്ടിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഡയമണ്ടിൻ്റെ പ്രൈസ് താഴോട്ടേക്ക് പോയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഡയമണ്ട് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഉറപ്പിച്ച് നൽകുന്ന ബൈബാക്ക് ഗ്യാരണ്ടി, അതേപോലെ സർട്ടിഫിക്കേഷൻസ്, IGI സർട്ടിഫിക്കറ്റ് ചെയ്ത ഡയമണ്ട്സ് ആണ് നമ്മുടേത്. അപ്പോൾ നിങ്ങൾക്ക് മലബാറിൻ്റെ ഡയമണ്ട്സ് യൂസ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും അറിയാൻ പറ്റും. നമ്മളതാകുമ്പോൾ നിങ്ങൾക്ക് ബൈബാക്ക് ഗ്യാരണ്ടി, എവിടെ വേണമെങ്കിലും മലബാറിൻ്റെ ഇന്ത്യയിൽ മാത്രം 200-ൽ പരം ഓപ്ഷൻസ് ഉണ്ട്. അത്രയും ഓപ്ഷൻസ് ഉള്ള ഒരു ജ്വല്ലറി ബ്രാൻഡ് ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മോശമാവില്ല. ആദ്യമായി തന്നെ ഇവിടെ എത്തിച്ചേർന്ന റെസ്പെക്ട് നമ്മളെ മൻസൂർ ഹോസ്പിറ്റൽ MD ഖാലിദ് ക, അതുപോലെ സിനി ആർട്ടിസ്റ്റ് വിസ്മയ മാഡം, അതുപോലെ കലാമണ്ഡലം ടീച്ചർ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ അധികം നീട്ടുന്നില്ല. താങ്ക്സ് ടു ഓൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ക്രിക്കറ്റ് കളിക്കിടെയുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. ബദിയടുക്കയിലാണ് സംഭവം. മാർപ്പിനടുക്ക ബദ്രുക്കുഡ്ലുവിലെ കൊറഗയുടെ മകൻ സുരേഷ് BK ആണ് മരിച്ചത്. കർണാടകയിലെ 2 വാഹനാപകടത്തിൽ മരണം. മഞ്ചേശ്വരം ബന്ദിയോട് ദേശീയപാതയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കർണാടക കൊല്ലൂരിൽ ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് 2 മലയാളികൾ മരിച്ചു. UDF മന്ത്രിസഭയിൽ കാസർഗോഡ് ജില്ലയ്ക്ക് പ്രാതിനിധ്യം ലഭിക്കാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു. മഞ്ചേശ്വരം MLA AK മഷ്റഫിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും 2ാം ടേമിൽ പരിഗണിച്ച പട്ടികയിൽ പോലും ഇദ്ദേഹത്തിന്റെ പേരുണ്ടായില്ല. ഇത്തരത്തിൽ ജില്ലയെ അവഗണിച്ചത് വോട്ടർമാരോട് അനീതിയാണെന്ന വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. UDF സർക്കാർ അധികാരമേറ്റ ദിനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പ്രവർത്തകർ. കേരളീയത ഊറ്റിക്കുടിച്ച കവിതകളാണ് P-യുടേതെന്ന കവി കുരീപ്പുഴ ശ്രീകുമാർ. കാഞ്ഞങ്ങാട് P സ്മാരക സമിതി നൽകുന്ന P സാഹിത്യ പുരസ്കാരം എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകരുമായ P പ്രേമചന്ദ്രന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു ഐക്യവേദി കാലഘട്ടത്തിന് അനിവാര്യമെന്ന ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി A ശ്രീധരൻ. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രതിനിധി സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന സംസ്ഥാന മാർഷൽ ആർട്ട് ഫെസ്റ്റിന്റെ 4ാം ദിനത്തിൽ ജൂഡോ, ബോക്സിംഗ്, ആം റെസ്ലിംഗ് എന്നീ 3 മത്സരങ്ങൾ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.